അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് വിശാലമായ റിസ്ക് ഉണ്ടാവുക. ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാവുക. ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് പഠിച്ച ഇൽമ ഉപകാരം ചെയ്യുക. അതുകൊണ്ട് ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കണം. രണ്ടാമത്തെ കാര്യം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം. എന്തുള്ള വിവരച്ചാല് ഉള്ള വിവരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം. ചില കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നുണ്ടാവും, അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. ചില കാര്യങ്ങൾ നമുക്ക് മാസത്തിലൊരിക്കൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, അപ്പൊ മാസത്തിലൊരിക്കൽ ചെയ്യണം. ചിലത് നമുക്ക് ആഴ്ചയിൽ ഇപ്പൊ എന്നും മരിച്ചവർക്ക് യാസീനോദനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കൂടെ നടന്നുകൊണ്ടെന്നില്ല. വെള്ളിയാഴ്ച രാവിൽ മരണപ്പെട്ടവർക്കൊരു യാസീനോദി തോർക്കണം. എന്നും ആരെ മങ്കൂസ് മൗലൂദോദനം എന്ന് പറഞ്ഞപ്പോ നടക്കൂലല്ലോ. മാസത്തിലൊരിക്കല് മക്കളെയും പേരെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു മങ്കൂസ് മൗലിദിന്റെ 2 ഹദീസും പിന്നെ ഒരു അവസാനത്തെ ഹദീസ് ഓതിയിട്ടൊന്ന് തോർക്കണം. അങ്ങനെ കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒന്ന് തസ്ബീഹ് നിസ്കരിക്കണം. അതാണ് നമ്മൾ 25 പള്ളിയിൽ നിസ്കരിക്കല്. ജീവിതത്തിൽ ഒരു ഹത്തെങ്കിലും തീർക്കണം. അവനാന്റെ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കണേന്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം. പള്ളിക്കൊന്ന് കിട്ടിയ ലാഭം അത്രയല്ലേ ഉള്ളൂ. പള്ളിക്കൊന്ന് മരിച്ചാൽ വെള്ളിയാഴ്ച ഒരു ദിക്ർ ഉണ്ടായാലുണ്ട്, പല പള്ളിക്ക് ഉണ്ട്, ഇവിടെ ഉണ്ടാവും എന്നാ വിചാരിക്കണേ, പലയിടത്തും ഉണ്ടായാലുണ്ട്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടിയില്ല. എല്ലാ കാലം ഒന്നും കിട്ടിക്കോളന്നില്ല, എപ്പം ഉണ്ട് എന്ന് വിചാരിക്കാം. നാളെ കമ്മറ്റിയൊക്കെ മാറി വലിയ വലിയ പുരോഗമനവാദികളൊക്കെ വന്നിട്ട് അതൊന്നും ഇപ്പോൾ വേണ്ടവർ എല്ലിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് മുടങ്ങി. അവനാന്റെ 70,000 അവനാൻ ചെല്ലി വെച്ചാലേ സംഗതി റാഹത്തായി. മറ്റേത് കിട്ടിയ ലാഭത്ത് കൂട്ടാം. ഒരു 70,000 അവനാനാണ് ചെല്ലിയാല് എത്ര നന്നു സംഗതി. അതന്നെ ആയുസ്സിലൊരു 70,000 ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇടക്കിടക്ക് 70,000 പറയണില്ല. ആയുസ്സിലൊരു 70,000 ഒരു ഹത്തം മുഴുവനായിട്ട്. അത് ആണുങ്ങളോട് പ്രത്യേകം പറയണമെന്നാണ്. പെണ്ണുങ്ങൾ ഖുർആനോത്തിൽ കുറച്ച് മുമ്പിലാണ്, ആണുങ്ങൾ വളരെ ബാക്കിലാണ്. ഇനിയിപ്പോൾ റമദാൻ മാസമല്ല വരുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ റമദാനിൻ്റെ മുമ്പത്തെ റമദാനിൽ, അതോ ഞാൻ അതിൻ്റെ മുമ്പത്തെ റമദാനിലാന്നറിയില്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റമദാൻ 28-ൻ്റെ അന്ന് ഒരു ഖത്മുൽ ഖുർആൻ എന്നുള്ളൊരു പരിപാടി വെച്ചു. മഹല്ലത്തെ എല്ലാ ആൾക്കാരും വന്നിട്ട് എല്ലാവരും ഓരോ ജുസ് ഓതിയിട്ട് ഒന്നിച്ചു തോരക്കുക. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരോടും നിങ്ങളെല്ലാവരും റമദാനായിട്ട് തീർത്ത ഹത്തത്തിൻ്റെ എണ്ണവും പേരും ഒന്ന് എഴുതിയിട്ടൊരു കടലാസിൽ കൊണ്ടുകൊണ്ടും ദോരക്കുമ്പം മനസ്സിനൊരു റാഹത്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾ 2 ഹത്തം 3 ഹത്തം 12 ഹത്തൊക്കെ തീർത്ത പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങൾ ഉസ്താദെ 1-ാമത്തെ ഹത്തം തീരാനാകണുണ്ട്, ദോരക്കുണ്ട് പറഞ്ഞു. അതിങ്ങനെ ഇളകുകയാണ്, ആകണുള്ളൂ. അതുകൊണ്ട് ആണുങ്ങളതിൽ വളരെ ബാക്കിൽ. ആണുങ്ങളിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ റമദാൻ 1-ൻ്റെ അന്ന് പള്ളിക്കണ്ട് വന്നിട്ട് ളുഹ്ർ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ട് ഒരു പലക ഉണ്ടാവും മരത്തിൻ്റെ, അതിങ്ങനെ വെച്ചിങ്ങാണ്ട് അതിന്മേൽ ഒരു മുസാഫ് വെച്ചിട്ട് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. 2 പേജിന് കഴിയുമ്പോഴത്തിന് ഫോണിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വരും. അപ്പോൾ ആ ഫോൺ എടുത്തുകൊണ്ട് അന്നാണ് പോയാൽ പിന്നെ 25,000 വരും. അതാണ് ഇപ്പോൾ ഈ തീരിനുണ്ട് ദോരക്കൂടി പറഞ്ഞതേ. ഏത് അന്നാ പോയിട്ട് പിന്നെ 25,000 വന്ന സാധന. അതുകൊണ്ട് ആണുങ്ങൾ ഖുർആനോത്തിൽ വളരെ ബാക്കിലാണ്. ഒന്ന് ഉഷാറായിട്ട് റമദാൻ മാസമല്ല വരുന്നത്. ഒരു ഹത്തെങ്കിലും ഈ റമദാൻ കഴിയണതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റണം. ഇപ്പം തന്നെ വേണമെങ്കിൽ തുടങ്ങാം. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. റജബിലാണ് തുടങ്ങിക്കോളി. എന്നിട്ടെങ്കിലും ആ 25,000 അന്നേക്ക് ആ റബ്ബിന്നാസിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ഫാത്തിഹയും അൽ-ബഖറയിൽ നിന്ന് ഒരു 5 ആയത്തും അത് തുടങ്ങി വെച്ച് അടുത്ത ഹത്തം കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദ്വാര നടത്തിയാണ്ടല്ലോ റാഹത്തേക്കാരം. അതുകൊണ്ട് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൽമിൽ ബറക്കത്തുണ്ടാകുക. അപ്പോൾ പല തരത്തിലുള്ളതുകൊണ്ട് കൊല്ലത്തിലൊരുക്ക ചെയ്യാൻ പറ്റിയതുണ്ട്, ആയുസ്സിലൊരുക്ക ചെയ്യാൻ പറ്റിയതുണ്ട്, മാസത്തിൽ ചെയ്യാൻ പറ്റിയതുണ്ട്, ആഴ്ചയിലുണ്ട്, എന്നും ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റിയതുണ്ട്. അവനക്കാണ്ട് കഴിയും പോലെ ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം എന്നതാണ് 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം ഭൗതികമായ തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ഒരാൾക്ക് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം. മൗലാന ഷൗക്കത്ത് അലി എന്ന
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, മൗലാന ഷൗക്കത്ത് അലി. മൗലാന ഷൗക്കത്ത് അലിയോട് തൻ്റെ ഉമ്മ ഒരിക്കൽ പറഞ്ഞു, മോനെ, നിന്റെ വിവരത്തിൽ ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വിവരമായിരിക്കണം. ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഇതിൻ്റെ മുമ്പിലുള്ള ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണെന്ന് മൗലാന ഷൗക്കത്ത് അലി പഠിച്ചാൽ അന്ന് ഒരു ഉസ്താദിനെ പോയി കണ്ടിട്ട് മുഹമ്മദ് നബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തന്നെന്ന് പറയും, സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. എന്നിട്ട് നബി തങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിക്കും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിവരമായിരിക്കണം ഇൽമിലെ ഏറ്റവും വലിയ വിവരം എന്നാണ്. അത് സ്നേഹത്തിന്റെ അടയാളമാണ്. സ്നേഹമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയുകയും പറയുകയും ചെയ്യുന്നതാണ്. ചില ആൾക്കാർ വൈകുന്നേരം അസറസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പീടിയിൽ വന്നാൽ വർത്താനം ഇങ്ങനെ തുടങ്ങുന്നേ, എൻ്റെ പേരക്കുട്ടി ഇന്ന് വൈകുന്നേരത്ത് സ്കൂളിട്ട് വന്നപ്പോഴേ മാംഗോന്ന് ഇംഗ്ലീഷാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുക. അതിൻ്റെ അർത്ഥം എന്താ? പേരക്കുട്ടിയോട് നല്ല ഇഷ്ടമുണ്ട് എന്നാണ്. ഇഷ്ടമുള്ളതിനെ കുറിച്ച് എല്ലാവരും പറയും. എനിക്ക് എൻ്റെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ എൻ്റെ ഈ കയ്യിനേക്കാൾ മുഹമ്മദ് നബിയുടെ കയ്യിനോട് ഇഷ്ടമുണ്ട് എന്ന് വരും, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൽമിൽ വെച്ച ഏറ്റവും വലിയ ഇൽമ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിവരമാകണം. അതാണ് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം എന്ന് പറഞ്ഞത്. ഇനി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഈമാൻ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സംശയമായിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വരുന്ന കാലത്തെ ഏറ്റവും കൂടുതൽ ഈമാൻ നിലനിൽക്കണമെങ്കിൽ പഠിക്കേണ്ട വിഷയവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ബശറാണ്, മനുഷ്യരിൽ ഏറ്റവും ഷറഫുള്ള ആളാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് റോസാപൂവിന്റെ മണമായിരുന്നു എന്ന് ഇമാം തുർമുദി തന്റെ ശമാഇലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുണ്ടായിരുന്നുവെന്നും ആ വിയർപ്പ് തുടച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സുഗന്ധമാക്കി സൂക്ഷിക്കൽ പതിവുണ്ടായിരുന്നു അവിടുത്തെ ഉമ്മമാരായ, അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നും ചരിത്രത്തിൽ നസ്സാൻ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോയാൽ സുഗന്ധം കൊണ്ട് തിരിച്ചറിയൽ പതിവുണ്ടായിരുന്നു എന്നാണ്. നബി തങ്ങൾ ഈ വഴി കൂടെ നടന്നു പോയിട്ടുണ്ട്. നമ്മളെ കജ്ജിങ്ങനെ ഒന്ന് വരതിങ്ങാണ്ട് ഇങ്ങനെ വാസന നോക്കിയാൽ കോഴിക്കോട്ടേക്ക് തലട്ടമായിട്ടുണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി അഷ്റഫുൽ ബശറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തൊരു കാലത്തുണ്ടായിട്ടില്ല, ഇനിയൊരു കാലത്തോട്ടുണ്ടാവില്ല. അതന്നെ ഒരു മനുഷ്യന്റെ കണ്ണെങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തരം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണെങ്ങനെയാണോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കണ്ണ്. ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീളം എത്രയാണോ അതാണ് ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം. അതാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ബശറാണ്, മനുഷ്യരിൽ ഏറ്റവും ഷറഫുള്ള ആളാണ്. എന്നാൽ നബി തങ്ങൾ അഷ്റഫുൽ ബശർ മാത്രമല്ല, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ അംബിയാ ആണ്. മനുഷ്യരിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് അമ്പിയാക്കൾ. അമ്പിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ അംബിയാ. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത? അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ പ്രത്യേകത,
വേറെന്ത് പ്രത്യേകത വേണ്ടത്? അതന്നെ അഷ്റഫുൽ അംബിയ ആണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാരണങ്ങൾ കാണാൻ പറ്റും. ലോകത്ത് കഴിഞ്ഞ മിക്കവാറും അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞു പോയ മിക്കവാറും നബിമാർക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒറ്റ നബിക്കും ബാങ്കില്ല. നൂഹ് നബിക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാങ്ക് ഉണ്ടായിട്ടില്ല. നമ്മളെ ഈ നിസ്കാരം പോലെയും 5 വക്തും ആണെന്നൊന്നും വിചാരിക്കണ്ട, ഉണ്ടായിട്ടുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാങ്കില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാങ്കില്ല. ബാങ്ക് നമുക്ക് മാത്രം. എന്തേ കാരണം? ഈസാ നബി അലൈഹി ഇസ്ലാമിന് ബാങ്കുണ്ടായിരുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഒരു പേര് ലോകത്ത് വിളിച്ചു പറയാൻ അല്ലാഹുവിന് ഉദ്ദേശമില്ല. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ഇഷ്ക് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കണേ. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇഷ്കാണ്. മഹബത്ത്, ഇഷ്ക്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം, അതാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ അനുയായികളെയും കൂട്ടിയിട്ട് നൈൽ നദി കടന്നുകാണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറച്ചെണ്ണം ചെന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോൾ അതിന് ഒരു പശുക്കുട്ടിയെ ആരാധിക്കൽ തുടങ്ങി. ദാവൂദ് നബി അലൈഹി ഇസ്ലാം തൻ്റെ അനുയായികളോട് ജാലൂത്തുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ പോരണോ ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇദ്ഹബ് അൻത വഖാതില ഇന്നാ ഹഉനാ ഖായിദൂൻ. ഇജ്വാന്റെ പടച്ചോനും കൂടി പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, വാ, വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഞങ്ങൾ ഇവിടെ നിന്ന് ഒപ്പം പോകുന്നുണ്ട് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെത്തി. 313 ആൾക്കാർ, 1000 പടയാളികളാണ് അബൂജാഹിലിന്റെ നേതൃത്വത്തിൽ ലഅനത്തുല്ലാഹി അലൈഹി വരുന്നത്. വാളുകളും അങ്കികളും എല്ലാ സംവിധാനങ്ങളോടുകൂടെയുമാണ് അവർ വരുന്നത്. സ്വഹാബത്തെ, നമ്മൾ ഇഞ്ഞെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പൊ കടലിൽ പോയി ചാടണമെന്ന് നബിയങ്ങളാണ് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞങ്ങളാണ് ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇഷ്കാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനാണ്. എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുണ്ടായാൽ നമ്മളെന്താ കാട്ടുക? ബാങ്കാണ് കൊടുക്കും. ബാങ്ക് അല്ലാഹു അക്ബറിന്റെ പ്രഖ്യാപനമല്ല. ബാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമല്ല. ബാങ്ക് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പ്രഖ്യാപനമായതുകൊണ്ടാണ് മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞപ്പോ ബിലാല് പറഞ്ഞത് റളിയല്ലാഹു അൻഹു, ഞാൻ ഇനി ബാങ്ക് കൊടുക്കൂലാന്ന്. അത് അല്ലാഹു അക്ബർ പറയാൻ വയ്യായിട്ടല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വയ്യായിട്ടല്ല, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാകുന്നു. ലോകത്ത് കഴിഞ്ഞ ഒറ്റ നബിമാർക്കും ബാങ്കില്ല. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ അംബിയ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ അംബിയ മാത്രമല്ല, മുത്ത് നബി അഷ്റഫുൽ ഖൽഖാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഷറഫായ ആളാണ്. അങ്ങനെ ഒരു സൃഷ്ടി വേറെയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാലിഖിൽ ഏകനായതുപോലെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖിലെ ഏകനാണ്. അങ്ങനത്തെ ഒരു ഖൽഖ് വേറെയില്ല. എല്ലാ ഖൽഖിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസം ഖുർആൻ ഇറങ്ങിയ ദിവസമല്ല, മാസമല്ല. റമളാൻ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. ഖുർആൻ അതിന്റെ മുമ്പുണ്ട്. അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിന്റെ കലാമുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞത് നബി തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് വർത്താനം പറഞ്ഞ ദിവസം എന്നല്ല. അള്ളാഹുവിന്റെ വർത്തമാനം അവന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. അള്ളാഹു എന്നുണ്ടോ അന്ന് കലാമുണ്ട്.
ലൈലത്തുൽ ഖദറിന് എന്തുണ്ടായി? ലൈലത്തുൽ ഖദർ ആ കലാം മുഹമ്മദ് നബിക്ക് ഇറങ്ങാണ് ചെയ്തത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ ഇല്ല. അതിനാൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല. ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന പേരായ ഒരു സഹാബി ഉണ്ടായിരുന്നു. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യാനും ഖളാഉൽ ഹാജത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരാളെ കണ്ടു. നമ്മളെ ഭാഷയും പറഞ്ഞാൽ വായം കുടുംബിലുണ്ട് ഒരാളക്കം. ആരാത് എന്ന് ചോദിച്ചു. ഇത് ഞാനാണ്, റബിയാണ് എന്ന് പറഞ്ഞു. എന്താ ബടക്കണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയേ, നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാമല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ് നബിയേ. അതിൽ ചോദിച്ചു, ഇജ് എന്നും ഇവിടെ അങ്ങനെ വന്നിക്കലുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. ഞാൻ എന്നും ഇവിടക്കലുണ്ട്. അതെന്തിനാ ചോദിച്ചു. നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ഖിദ്മത്ത് വേണമെങ്കിൽ ചെയ്തു തരാലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിക്കലുണ്ട്. നിങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് എന്നെ കാണായാണ് പറഞ്ഞു. എന്നാ വെള്ളം കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ വെള്ളം കൊടുന്നു. മലമൂത്ര വിസർജനം നടത്തി വുളൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിച്ചു, റബിയ, നിനക്ക് ഞാൻ എന്താണ് ഇത് വരക്കേണ്ടതെന്ന് ചോദിച്ചു. അനക്ക് എന്താ ഇത് വരക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ വേണ്ടി ഇത് വരക്കണം എന്ന് പറഞ്ഞു. അപ്പ നബി തങ്ങൾ ചോദിച്ചു, അവലക ഗൈറൻ റബിയ, റബിയത്തെ ലേശം ചുരുക്കി ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. ലേശം ചെറുതെന്തേലും. ഇവിടെ സ്വർഗമല്ല ചോദ്യം. സ്വർഗം ചോദിച്ച ഒരാളോട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം സഹാബത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വാഴ്ന്നു പറയാണ്, സഹാബ, 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റജുൽ എഴുന്നേറ്റ് നിന്നു. ഉക്കാശയായിരുന്നു ആ റജുൽ എന്നതിന്റെ വിശദീകരണത്തിലുണ്ട്. ഒരു മനുഷ്യൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, നബിയെ, ആ 70,000 ഒന്നിന്നാക്കോ ചോദിച്ചു. അന്തമിൻഹു എന്ന് പറഞ്ഞു. ആ 70,000 ഒന്ന് ഇജന്നെയാണ് ഉക്കാശ. ഒരു മടിയില്ലാതെ പറഞ്ഞു. ഇവിടെ സ്വർഗമല്ല ചോദ്യം, അതാണ് പ്രശ്നം. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, 8 വാതിലും കൂടി ആർക്കേലും തുറന്നു കൊടുക്കോന്ന് ചോദിച്ചു. ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി മൂപ്പർക്ക് കിട്ടാനാണ് എന്ന്. അതിൽ പറഞ്ഞു, തുറക്കും, നിങ്ങൾക്ക് ഏതായാലും തുറക്കും എന്ന് പറഞ്ഞു. അതേസമയത്ത് റബിയ ചോദിച്ചത് സ്വർഗമല്ല, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ അടുത്തിരിക്കണം. സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി. അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല, എനിക്ക് മനസ്സിലായാലും മതി. സ്വർഗത്തേക്കാൾ വലുത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത്. മൂപ്പര് പറഞ്ഞു, ചുരുക്കൊന്നുമില്ല, എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. ചുരുക്കാൻ പറ്റൂല പറഞ്ഞു, എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, എന്നാൽ റബിയ, സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാല് സുജൂദ് അധികരിപ്പിച്ചാൽ നിനക്ക് കിട്ടുമെന്നല്ല ട്ടോ, അങ്ങനെ വിചാരിക്കരുത്. സംഗതി ഞാൻ ഏറ്റു, സുജൂദ് അധികരിപ്പിച്ചാൽ ഒരു സഹായമാകും എന്നേ പറഞ്ഞിട്ടുള്ളൂ. സുജൂദ് അധികരിപ്പിച്ചാലും വാങ്ങിത്തരാ, അധികരിപ്പിച്ചില്ലെങ്കിലും വാങ്ങിത്തരാ. ഫഅഇന്നി, നീ എന്നെ ഒന്ന് സഹായിച്ചാൽ നന്നായി. ബികസ്റത്തി സുജൂദ്, കുറച്ച് കൂടുതൽ സുജൂദ് ചെയ്തെങ്ങാണ്ട് സംഗതി ഞാൻ വാങ്ങിത്തരാ എന്ന് പറഞ്ഞു. സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാൻ, സൃഷ്ടികളിൽ ഏറ്റവും ഷറഫുള്ള ആളാണ്.
ഇതൊരു മനുഷ്യൻ്റെ കൽബിക്ക് കയറണം, എന്നാലാണ് ഇൽമ് പരിപാലിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇൽമ് ഉപകാരമില്ലാതെ പോകും. ഇനി വരാവുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കും സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അതുകൊണ്ട് മുത്തുനബിയെ നന്നായി പഠിക്കണം. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ മൂന്നാമത്തെ കാര്യമാണ് ഇൽമിനെ പരിപാലിക്കണം. ഇൽമ് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരുക എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മുഹമ്മദ് നബി ഖൽബിക്ക് കയറലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇൽമിലെ ബറക്കത്ത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാലിൽ മുതലിൽ ബറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ്. മുതലിൽ ബറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒറ്റ വിഷയം ആവശ്യമുള്ളൂ. എന്താ കാര്യം? ദാനം ശീലമാക്കിയാൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാവും. ദാനം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകണ്ടോന്നറിയില്ല. സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്തിരുന്ന ആൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായി ഉംറക്ക് പോയപ്പോൾ മദീനയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട് അസ്ലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അസ്ലമിനെ കൂട്ടിയിട്ട് മദീനയിൽ ഒരുപാട് ആസാറുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരുപാട് അടയാളങ്ങളുണ്ട്. കുറേ കിണറുകൾ, കുറേ തോട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങാണ്. അപ്പോൾ നാഷണൽ ഹൈവേയോട് ചേർന്ന് ചുവന്ന നിറത്തിൽ വലിയ 3 ബിൽഡിങ്, ഇങ്ങനെ നീളത്തിൽ വലിയ ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ മേലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലിൽ മുസ്ലിമീൻ. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അസ്ലമിനോട്, എങ്ങനെ അസ്ലമെ ഒരു ബിൽഡിങ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുക? അന്ന് ഇതേമാതിരി കോൺക്രീറ്റിൻ്റെ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു മറുപടി പറഞ്ഞു, ഇവിടെ ഒരു ഈത്തപ്പനത്തോട്ടാണ് ഉണ്ടായിരുന്നത്. ആ ഈത്തപ്പനത്തോട്ടം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് മുസ്ലിങ്ങൾ ഈത്തപ്പഴം കഴിച്ചും വരുമാനം മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചും അങ്ങനെ കഴിഞ്ഞുപോയി. കുറെ കാലങ്ങൾക്ക് ശേഷം ഈത്തപ്പനങ്ങളെല്ലാം നശിച്ച് ഭൂമി തരിശായി കിടന്നു. സൗദി ഗവൺമെന്റ് അതിൽ 3 വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു. സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്കാണ് വാടക പോകുന്നത് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നുണ്ട്. വേറൊരു അത്ഭുതം കൂടി പറഞ്ഞു, ഈ സ്ഥലത്തിന്റെ ആധാരം ഇപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. സഹാബത്തിന്റെ ഇടയിൽ വലിയ സദഖ കൊടുത്തിരുന്ന ആളാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയലറിയാണ്, 100 ഒട്ടകം ഞാൻ തരാൻ നബിയെ. പിന്നെയും വയലറിഞ്ഞു, പിന്നെ നീച്ചിട്ട് പറഞ്ഞു 100 ഒട്ടകം തരാ നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ മസ്ജിദുൻ നബവി ഇന്ന് വിശാലമാക്കുന്ന സ്ഥലവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫിലാണ്. അത്രയും വലിയ ധർമ്മിഷൻ. ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാക്ക് കുറച്ച് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും, അത് വിറ്റ് കിട്ടിയ പൈസക്കാരെന്ന്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൻസാരി അല്ല, മുഹാജിറാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്തുനിന്ന് 2 കയ്യും വീശിങ്ങാണ്ട് മദീനത്തേക്ക് പോന്ന മനുഷ്യനാണ്. പിന്നെന്തേ മൂപ്പർക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടായി? കൊടുക്കാനുള്ള മനസ്സുണ്ടായതിനാൽ കൊടുക്കാനുള്ള പൈസയുണ്ടായി എന്നതാണ്. അതാണ് ദാനശീലം. കൊടുക്കാൻ മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. കൊടുക്കാൻ മനസ്സില്ലയോ കുപ്പായത്തിൻ്റെ കീശ മാറിയിട്ടേക്കാരം വന്നിട്ടുണ്ടാവുക. അതാണ് സംഗതി.